നമുക്കറിയാം എല്ലാ കാലത്തും നിശബ്ദ കൊലയാളികളാണ് ചൈന എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണ ഉർവശി ശാപം ഉപകാരമായി എന്ന് പറയുന്നത് പോലെയാണ് ചൈനയുടെ പ്രവൃത്തി. ഇന്ത്യക്കടക്കം ഉപകാരമുള്ളൊരു പ്രവർത്തനം ചൈന നടത്തുന്നുണ്ട്. അത് അമേരിക്കയ്ക്കെതിരെയാണ്. അമേരിക്കൻ സാങ്കേതികവിദ്യയെയും അമേരിക്കൻ പ്രതിരോധ രംഗത്തെയും ചൈന ഇപ്പോൾ ഒരു സൈലൻറ്റ് കില്ലറെ പോലെ നിരായുധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിശബ്ദമായി US-നെ ചൈന സമ്പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് നശിപ്പിക്കുന്നത്? US-ന്റെ പ്രതിരോധ സംവിധാനത്തെയാണ് നശിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ പ്രതിരോധ ഉപകരണങ്ങളുടെ വികസനത്തിൽ നിർണായകമായിട്ടുള്ള അപൂർവ ധാതുക്കളാണ് ചൈനയിലുള്ളത്. ഈ അപൂർവ ധാതുക്കൾ ചൈന മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ചൈന ഇപ്പോൾ അത് മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇന്ത്യയും ഉണ്ട്. ഇന്ത്യ പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് കൃത്യമായിട്ടുള്ള വഴിയൊക്കെ വേറെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ ആ ധാതുക്കൾ അമേരിക്കയിലും എത്തുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധികം ബഹളം ഒന്നും തന്നെ ഉണ്ടാകാതെ, അതായത് അധികമായിട്ട് ഒച്ചപ്പാടും കാര്യങ്ങളും ഒന്നുമില്ല. ഡൊണാൾഡ് ട്രംപിനെ പോലെ ഞങ്ങൾ താരിഫ് വർദ്ധിപ്പിക്കും, നശിപ്പിച്ച് കളയും, അങ്ങനെ ഒന്നുമില്ല. പതിയെ ഈ ചൈനയുടെ ഈ ഒരു നയതന്ത്രം പിടിമുറുക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. US-ൽ ഇത് ചലനം സൃഷ്ടിച്ചു തുടങ്ങിയെന്നാണ് US-ന്റെ മാധ്യമമായിട്ടുള്ള വാൾ സ്ട്രീറ്റ് ജേർണലിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. US-ന്റെ വിവിധ സ്ഥാപനങ്ങളുടെ ബോർഡ് റൂമുകളിലും സംഭരണ കേന്ദ്രങ്ങളിലും ആയുധ നിർമ്മാണ ഫാക്ടറികളിലുമൊക്കെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് വാൾ സ്ട്രീറ്റ് ജേർണലിൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ചൈന ഇങ്ങനെ പിടിമുറുക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിയർക്കുന്നത് US-ന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രതിരോധ മേഖലയാണ്, അല്ലെങ്കിൽ ഡിഫൻസ് സിസ്റ്റമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. മിസൈലുകൾ, ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ, റഡാറുകൾ എന്നുവേണ്ട US-ന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മുഴുവൻ ബാധിക്കുന്നതാണ് ചൈനയുടെ ഈ നീക്കമെന്ന് പറയുന്നത്. ഈ ആയുധങ്ങളിലെല്ലാം ഉപയോഗിക്കേണ്ട അപൂർവ ധാതുക്കൾ അത് ചൈനയുടെ കൈവശമുണ്ട്. ചൈന അത് പല രാജ്യങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. ചൈന ഇപ്പോൾ കൊടുക്കുന്നില്ല എന്ന് വച്ചപ്പോൾ അത് US-ലേക്കും എത്തുന്നില്ല. അത് ഏതൊക്കെയാണ്? ഗാലിയം, ജർമേനിയം പോലുള്ള മൂലകങ്ങളും അപൂർവ ധാതുക്കളിലുമുള്ള ചൈനയുടെ അപ്രമാദിത്വമാണ് അമേരിക്കയെ നിലവിൽ വെള്ളം കുടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അറിയാനായി സാധിക്കുന്നത്. US-ലെ ഡ്രോൺ ഘടകങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഇത്തരം ധാതുക്കൾക്കും മൂലകങ്ങൾക്കുമായി ആശ്രയിക്കുന്നത് ചൈനീസ് കമ്പനികളെയാണ്. എന്നാൽ അടുത്തിടെ തങ്ങളുടെ ഷിപ്മെൻറ്റുകൾ ഏതൊക്കെ കാര്യങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത് എന്ന ചോദ്യം ഇത്തരം കമ്പനികളിൽ നിന്ന് വരാൻ തുടങ്ങിയെന്നാണ് പ്രധാനമായും പ്രത്യക്ഷത്തിലുള്ള മാറ്റം. ഇങ്ങനെ നിർണായകമായ വിവരങ്ങൾ കൈമാറാത്ത കമ്പനികൾക്കുള്ള വിതരണം ചൈനീസ് കമ്പനികൾ നിർത്തിവെച്ച് തുടങ്ങി. ഇതോടെ US കമ്പനികൾ പ്രതിസന്ധിയിലായി. അതായത് ഞങ്ങൾ അയച്ചു തരുന്ന ഈ മൂലകങ്ങൾ നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചൈനയുടെ കമ്പനികൾ ചോദിച്ചു. എന്നാൽ US-ന് അത് പറയാൻ സാധിക്കില്ല. നിങ്ങൾ സാധനം തന്നാൽ മതി, ഞങ്ങളുടെ ഉപയോഗം ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള ലൈനായിരുന്നു US. എന്നാൽ പിന്നെ സാധനം തരുന്നില്ല എന്നാണ് ചൈനയുടെ നിലവിലത്തെ ഒരു ലൈൻ എന്ന് പറയുന്നത്. അത് കാരണം ഇപ്പോൾ US-ന്റെ പ്രതിരോധ രംഗം പതിയെ ഡൗൺ ആയി തുടങ്ങിയിരിക്കുകയാണ്. ചൈന പിടിമുറുക്കുന്ന മൂലകങ്ങളും അപൂർവ ധാതുക്കളും അതിനിർണായകങ്ങളാണ്. ഉദാഹരണത്തിന് ഗാലിയം, ആധുനിക റഡാറുകളുടെ പ്രധാന ഘടകമാണ് ഈ ഗാലിയം എന്ന് പറയുന്നത്. ജർമേനിയം ആകട്ടെ രാത്രി കാഴ്ചയ്ക്കായുള്ള നൈറ്റ് വിഷൻ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ നിർണായകമാണ്. ആൻറ്റിമണി എന്ന മൂലകമാകട്ടെ ടാങ്കുകളുടെ പുറം കവചം തുളഞ്ഞു കയറാൻ സഹായിക്കുന്ന പ്രത്യേകതരം വെടിക്കോപ്പുകളുടെ നിർമ്മാണത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ്. നിയോഡിമിയം എന്ന് പറയുന്ന ഒരു മിനറലുണ്ട്. സമേറിയം എന്ന് പറയുന്ന അപൂർവ ധാതുവുണ്ട്. ഇത് മിസൈലുകളുടെ ഗതിനിർണ്ണയ സംവിധാനങ്ങൾക്ക് വേണ്ടിയും US-ന്റെ F-35 യുദ്ധവിമാനങ്ങളുടെ ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനത്തിന് ഉപയോഗിക്കുന്നു. ഡസ്പ്രോഡിയം, ടെർബിയം എന്നിവ യുദ്ധവിമാനങ്ങളുടെയും ജെറ്റ് എഞ്ചിനുകളുടെയും അതിതാപത്തെ അതിജീവിക്കുന്ന ലോഹ സംയുക്തങ്ങൾ നിർമ്മിക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. മറ്റൊരു പ്രധാന മൂലകമായിട്ടുള്ള ഗാദലിയം, അത് യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ എന്നിവ ഉപയോഗിക്കുന്ന സോണാർ നിരീക്ഷണ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇപ്പോൾ സമ്പൂർണ്ണമായി ചൈന നിർത്തിവെച്ചിരിക്കുകയാണ്. US-ൽ ഒരു സൈലന്റ് കില്ലറായി ചൈന പ്രവർത്തിക്കുകയാണ്. എന്തായാലും ഇന്ത്യക്ക് ഉർവശി ശാപം ഉപകാരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.